ഹലോ ഡിയേഴ്സ്, ഞാൻ സംഗീത. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഡയറ്റ് പ്ലാനൊക്കെ നോക്കുന്നതിന്റെ ഭാഗമായി ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴാണ് മില്ലറ്റ്സിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. ചെറുധാന്യങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് ഞാൻ യൂട്യൂബ് വീഡിയോസ് ഒക്കെ സെർച്ച് ചെയ്തു. അപ്പോഴാണ് അതിന് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെ സെർച്ച് ചെയ്ത സമയത്താണ് ഡോക്ടർ ഖാദർ വാലി എന്ന വ്യക്തിയെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. ആന്ധ്രാപ്രദേശിൽ ജനിച്ചു വളർന്ന അദ്ദേഹം ഉപരിപഠനത്തിനായി US പോവുകയും അവിടെ ജോലി നേടുകയും കൊമേഴ്ഷ്യലൈസേഷന്റെ ഭാഗമായി നമ്മുടെ ജീവിത രീതിയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് പഠിക്കുകയും നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് ഉത്കണ്ഠപ്പെടുകയും ചെയ്ത അദ്ദേഹം അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് മില്ലറ്റിനെ കുറിച്ച് പഠനം നടത്തുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ബോധവൽക്കരണം നടത്തുകയും അതിന് ഡോക്ടറേറ്റ് എടുക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. 20 വർഷമായി അദ്ദേഹം മില്ലറ്റ്സിനെ കുറിച്ച് പഠിക്കുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്തു വരികയാണ്. ഇന്ന് നിലവിലുള്ള എല്ലാ അസുഖങ്ങൾക്കും ഒരു പ്രതിവിധിയായി നമുക്ക് മില്ലറ്റ് ഉപയോഗിക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ പഠനങ്ങൾ പറയുന്നത്. അതായത് അത് ഉപയോഗിക്കേണ്ട രീതിക്കനുസരിച്ച് നമ്മൾ മില്ലറ്റ്സ് ഉപയോഗിച്ച് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെ എല്ലാ അസുഖങ്ങൾക്കും അതൊരു പ്രതിവിധിയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത്. നമുക്കിന്ന് നിലവിൽ ലഭ്യമാകുന്ന ധാന്യങ്ങളെ അദ്ദേഹം 3ആയി തരംതിരിക്കുന്നുണ്ട്: പോസിറ്റീവ് ഗ്രെയിൻസ്, ന്യൂട്രൽ ഗ്രെയിൻസ്, നെഗറ്റീവ് ഗ്രെയിൻസ്. പോസിറ്റീവ് ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ 5 മില്ലറ്റ്സ് ആണ് അതിൽ വരുന്നത്. ന്യൂട്രൽ ഗ്രെയിൻസ് എന്ന് പറയുമ്പോൾ ആ 5 മില്ലറ്റ്സ് ഒഴികെ ബാക്കി എല്ലാ ചെറുധാന്യങ്ങളും ആ ന്യൂട്രൽ ഗ്രെയിൻസിലാണ് വരുന്നത്. അതായത് അത് കഴിച്ചുകൊണ്ട് നമുക്ക് ശരീരത്തിന് വലിയ ഗുണങ്ങളും ഇല്ല, എന്നാൽ ഒരു ദോഷവും ഇല്ല. അതാണ് ന്യൂട്രൽ ഗ്രെയിൻസ്. മൂന്നാമത് വരുന്നതാണ് നെഗറ്റീവ് ഗ്രെയിൻസ്. അതായത് അരി, ഗോതമ്പ്, അതൊക്കെ നെഗറ്റീവ് ഗ്രെയിൻസിലോട്ടാണ് വരുന്നത്. അത് കഴിച്ചതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഗുണങ്ങളുമില്ല, അതിനേക്കാൾ ഏറെ ദോഷങ്ങളാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പഠനത്തിൽ പറയുന്നത്. 5 പോസിറ്റീവ് മില്ലറ്റ്സ് ഏതെന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാണ് ചാമ, ലിറ്റിൽ മില്ലറ്റ്. 2 ഫോക്സ് ടെയിൽ, തീന. 3 വരക്, കൂഡോ മില്ലറ്റ്. 4 ബാണിയാർ, കുതിരവാലി. 5 ബ്രൗൺ ടോപ്പ്, മലഞ്ചാമ. ഇതാണ് ആ 5 പോസിറ്റീവ് മില്ലറ്റ്സ്. സ്വദേശി ഫെസ്റ്റിവലിന്റെ ഭാഗമായി 2 ദിവസം ഒരു ട്രെയിനിങ് പ്രോഗ്രാം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു. അതിലാണ് ഈ മില്ലറ്റ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞത്. അതായത് ഈ 5 പോസിറ്റീവ് മില്ലറ്റ്സും നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ മില്ലറ്റ്സ് ഉപയോഗിക്കേണ്ട രീതിയുണ്ട്. അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ അസുഖങ്ങളെല്ലാം നമുക്ക് പൂർണ്ണമായും വിട്ടുമാറുമെന്നാണ് അദ്ദേഹത്തിന്റെ പഠനം പറയുന്നത്. അതല്ല, നമുക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിലും അത് ഉപയോഗിക്കേണ്ട രീതിയുണ്ട്. അതായത് ഈ മില്ലറ്റ്സ് എല്ലാം ഒരുമിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. ചിലപ്പോൾ മാർക്കറ്റിൽ ഹെൽത്ത് മിക്സ് എന്നൊക്കെ പറഞ്ഞു കിട്ടുന്നില്ലേ, അങ്ങനെ ഇതെല്ലാം ഒരുമിച്ച് ഉപയോഗിക്കാൻ പാടില്ല. ഇതിൽ ഹൈ ഫൈബർ കണ്ടന്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ അത് ഒരുമിച്ച് നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഓരോ മില്ലറ്റ്സും പ്രത്യേകം ഉപയോഗിക്കണം എന്ന് പറയുന്നത്. അതായത് ഒരു ഫൈബർ നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യാൻ 3 ദിവസം എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഓരോ മില്ലറ്റ്സും 3 ദിവസം വീതം നമുക്ക് കഴിക്കാം. ആദ്യമൊക്കെ നമുക്ക് ഒരു നേരം കഴിച്ചു തുടങ്ങാം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ശീലമായി 2 നേരം മില്ലറ്റ്സ് കഴിച്ചിട്ട് ഒരു നേരം വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ കഴിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുവഴി നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് അകറ്റി നിർത്താനും നമുക്കൊരു ഹെൽത്തി ബോഡി ക്രിയേറ്റ് ചെയ്യാനും കഴിയും. നമുക്ക് ഹെൽത്തി മൈൻഡ് വേണമെങ്കിൽ നമ്മുടെ ബോഡി ഹെൽത്തി ആയിരിക്കണം, അല്ലെ? എക്സസൈസിന്റെ കൂടെ നമ്മൾ ഈ ഫുഡും കൂടി ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ഹെൽത്തി മൈൻഡും ഹെൽത്തി ബോഡിയുമായി നമുക്കൊരു പെർഫെക്റ്റ് സോൾ ആകാൻ കഴിയും, അല്ലെ? ഇനി ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത് നോക്കാം. ബ്രൗൺ ടോപ്പ് മില്ലറ്റ് ഒഴികെ ബാക്കി എല്ലാ മില്ലറ്റ്സും 8 മണിക്കൂർ കുതിർക്കാൻ വെച്ചതിന് ശേഷമാണ് പാകം ചെയ്യേണ്ടത്. ബ്രൗൺ ടോപ്പ് മില്ലറ്റ് മാത്രം ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളതിനാൽ 12 മണിക്കൂർ കുതിർക്കാൻ വെക്കണം. ഇത് കഴിഞ്ഞിട്ട് ഇത് കഞ്ഞിയായോ പഴങ്കഞ്ഞിയായോ കഴിക്കാനാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. അതാണ് നമ്മുടെ ശരീരത്തിൽ ഈ ഫൈബർ കൂടുതൽ അബ്സോർബ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം. അതായത് 1 ഗ്ലാസ് മില്ലറ്റിന് 10 ഗ്ലാസ് വെള്ളം, 10 ഇരട്ടി വെള്ളം ചേർത്താണ് നമ്മളിത് പാകം ചെയ്യേണ്ടത്. നമ്മളിത് ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മതി, ഒരുപാട് വാഷ് ചെയ്യേണ്ട വരില്ല. ജസ്റ്റ് ഒന്ന് കഴുകിയതിനു ശേഷം 2 ഗ്ലാസ് വെള്ളം എടുത്ത് ഇത് കുതിർക്കാൻ വെക്കുക. മൺകലത്തിലാണ് കുതിർക്കാൻ നിർദ്ദേശിക്കുന്നത്. കുതിർക്കാൻ വെച്ചതിന് ശേഷം രാത്രി കുതിർക്കാൻ വെച്ചതിന് ശേഷം രാവിലെ നമ്മൾ പാകം ചെയ്യാൻ എടുക്കുമ്പോൾ 8 ഗ്ലാസ് വെള്ളവും കൂടി ചേർക്കണം. അതായത് 1 ഗ്ലാസ് മില്ലറ്റിന് മൊത്തം 10 ഗ്ലാസ് വെള്ളം. അങ്ങനെ ഇത് തിളച്ച് വരുമ്പോൾ 20 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഇത് തിളച്ച് വരും. അത് കഴിഞ്ഞ് തീ ഓഫ് ചെയ്തതിനു ശേഷം നമുക്ക് ഇത് മൂടി വെക്കാം. ഇത് ആവിയിലിരുന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതിന്റെ കഞ്ഞി നമുക്ക് യൂസ് ചെയ്യാം. വെജിറ്റബിൾ ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിന്റെ കൂടെ വെജിറ്റബിൾ കറി കഴിക്കാം, സാലഡ് കഴിക്കാം, ചമ്മന്തി കഴിക്കാം, അച്ചാർ കഴിക്കാം. ഇതാണ് കഞ്ഞിയായിട്ട് കഴിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. മൺകലത്തിൽ പാകം ചെയ്യാനാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ പഴങ്കഞ്ഞിയാണ് കഴിക്കുന്നതെങ്കിൽ ഈ കഞ്ഞി തന്നെ ആറിയതിനു ശേഷം നമുക്കൊരു കോട്ടൺ തുണി, തോർത്താണ്, ഇഴയുള്ള തോർത്താണ് പറയുന്നത്. അതായത് വായു അതിന്റെ അകത്ത് കടക്കണം.
അങ്ങനെ 8 മണിക്കൂർ, അതായത് രാത്രി വെച്ചിട്ട് രാവിലെ എടുക്കുമ്പോൾ പഴങ്കഞ്ഞി ആവുമല്ലോ. നമുക്ക് സാധാരണ ചോറൊക്കെ പഴങ്കഞ്ഞി ആക്കുന്നത് പോലെ തന്നെയാണ്. പക്ഷേ മുടി എയർ കയറാതെ മൂടി വെക്കാൻ പാടില്ല. തോർത്തോ കോട്ടൺ തുണിയോ ഉപയോഗിച്ച് വായു കയറത്തക്ക രീതിയിൽ അത് മൂടി വെച്ചിട്ട് രാവിലെ എടുക്കുമ്പോൾ അത് പഴങ്കഞ്ഞിയാവും. അത് നമുക്ക് തൈരോ സാലഡോ എന്ത് കൂട്ടി വേണമെങ്കിലും കഴിക്കാം. അത് നമ്മുടെ വയറിലെ പോസിറ്റീവ് ബാക്ടീരിയ ഉണ്ടാവാൻ സഹായിക്കും എന്നാണ് പറയുന്നത്. ആ പോസിറ്റീവ് ബാക്ടീരിയ നമ്മുടെ ശരീരത്തിന് വളരെ പ്രയോജനപ്പെട്ടതാണ്. ഈ 2 രീതികളാണ് നമുക്ക് ഈ മില്ലറ്റ്സ് ഉപയോഗിക്കാൻ ഏറ്റവും നല്ല മാർഗമായി അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. അതുകൂടാതെ മില്ലറ്റ്സിന്റെ ഒരുപാട് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാവുന്നുണ്ടെന്ന്. അത് നമുക്ക് ഉപയോഗപ്രദമാണ്. കുട്ടികളൊക്കെ ആദ്യമേ ഈ മില്ലറ്റ്സ് ധാന്യമായി കൊടുക്കുമ്പോൾ കഴിക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് അവർക്ക് ഈ സ്നാക്സ് വാങ്ങിച്ച് അവരെ ഈ മില്ലറ്റ്സ് ശീലിപ്പിച്ചതിന് ശേഷം ഈ കഞ്ഞിയിലോട്ടോ പഴങ്കഞ്ഞിയിലോട്ടോ കൊണ്ടുവരാം. നമ്മുടെ ശരീരത്തിൽ അതിലുള്ള പ്രോട്ടീനും ഫൈബറും അബ്സോർബ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗമായിട്ടാണ് ഈ കഞ്ഞിയും പഴങ്കഞ്ഞിയും പറയുന്നത്. ഒരു ദിവസം ഒരാൾക്ക് കഴിക്കാനുള്ള മില്ലറ്റിന്റെ അളവെന്ന് പറയുന്നത് 70 മുതൽ 100 ഗ്രാം ആണ്. അതായത് നമുക്ക് ഒരാൾക്ക് കഴിക്കാൻ ഒരു ദിവസം ഒരു പിടി മില്ലറ്റ് എടുത്താൽ മതിയാകും. അപ്പൊ അതിനനുസരിച്ച് 10 ഇരട്ടി വെള്ളം ചേർക്കണം. ഞാൻ പറഞ്ഞ കണക്കനുസരിച്ച് ആ വെള്ളം ചേർത്ത് നമ്മൾ പാകം ചെയ്താൽ മതിയാകും. അതുപോലെ തന്നെ ഇത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മില്ലറ്റ്സ് ധാന്യമായി വാങ്ങുമ്പോൾ യഥാർത്ഥ മില്ലറ്റ്സിൽ കറുത്ത ഡോട്ട്സ് കാണും, കറുത്ത കുത്തുകൾ കാണും. അൺപോളിഷ്ഡ് മില്ലറ്റ് ആണ് വാങ്ങിക്കേണ്ടത്. പോളിഷ്ഡ് മില്ലറ്റ് ഒരിക്കലും വാങ്ങിക്കില്ല. അതിന്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ പോളിഷ്ഡ് മില്ലറ്റ് വരുന്നത്. അപ്പൊ അൺപോളിഷ്ഡ് മില്ലറ്റ് വാങ്ങാൻ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് മില്ലറ്റ്സിനെ കുറിച്ച് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. ഇനിയും ഞാൻ അതിനെക്കുറിച്ച് അറിവ് നേടുകയും അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സന്തോഷവും സമാധാനം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്